അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ റോബ്ലോക്സിലെ ബാരിസ് പ്രസൻ എന്ന് പറഞ്ഞ ഗെയിമായിട്ട്. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ ആയിരുന്നു നിർത്തിയിരുന്നത്. എനിക്ക് ഒന്നേന്ന് കളിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എനർജി ഡ്രിങ്ക് എടുത്ത് കുടിക്കാൻ പോവാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് നമുക്ക് 0 കോയിൻസേ ഉള്ളൂ. നമ്മൾ ഇത്തവണ കംപ്ലീറ്റ് ആക്കണം ഗൈസ്. നമ്മളൊരു ചാടി പോവാണ് ഗൈസ്. നമ്മളതിനെ ചാടി പോവാണ് ഗൈസ്. കഴിഞ്ഞ തവണ കൊണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെയെങ്കിലുമൊക്കെ എത്തിയത് ഗൈസ്. നമ്മൾ ഇത്തവണ എന്തായാലും നമുക്ക് പൂർത്തിയാക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ചാടി പോവാണ് ഗൈസ്. ഇത്തവണ എനിക്ക് ഗെയിമിൻ്റെ എൻഡിങ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇതുവരെ എത്തി ഗൈസ്. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ പോയപ്പോഴാണ് ഗൈസ്. നമ്മൾ ഇവിടെ എത്തി. നമുക്കിനി സൂസൈഡ് ചെയ്തേ പറ്റൂ ഗൈസ്. നമുക്ക് അപ്പുറത്ത് ഒരു ഇതും കൂടെ എത്തിയാൽ മതി ഗൈസ്. പക്ഷെ അവള് ചുമ്മാ എത്തി. നമ്മളെത്തി ഗൈസ്. എന്താണ് ഗൈസ് ഇത്? എന്ത് ഗെയിമിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇത്തവണ ഫസ്റ്റ് ട്രയൽ നമ്മളങ്ങനെ എത്തി. നമുക്ക് ഇനി ഇതിനത്തോട്ട് പൈസയൊക്കെ കളക്ട് ചെയ്യാം ഗൈസ്. നമ്മൾ ഇത്തവണ ഫസ്റ്റ് ട്രയൽ എത്തി ഗൈസ്. കഴിഞ്ഞ തവണ നമ്മൾ എത്ര ട്രൈ എടുത്തെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കുറേ ട്രൈ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിവിടെ വേറെ ഏതോ സ്ഥലത്തെത്തി. ഇവിടെ കുറച്ച് കോയിൻസ് ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോയി നോക്കാം. ഫൈൻഡ് എ ലാഡർ ഗൈസ്. ഒരു ലാഡർ കണ്ടുപിടിക്കാനാണ് പറയണത് ഗൈസ്. നമുക്ക് ഓടിച്ചല്ല. ഇവിടെ കയ്യിൽ എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ റീസ്പോൺ പോയിന്റ് ഉണ്ട്. ചെക്ക് പോയിന്റ് ഇവിടെ ആക്കാൻ പറ്റും നമുക്ക് ഗൈസ്. ഇവിടെ നമുക്ക് ലാഡർ കിട്ടി. എവിടെ ലാഡർ? നമുക്കിവിടെ ഒന്ന് ലാഡർ കിട്ടി ഗൈസ്. നമുക്ക് ഇതുകൊണ്ട് അവിടെ ഇടണമെന്നാണ് തോന്നുന്നത് ഗൈസ്. യെസ് ഗൈസ്, അവിടെ ഒരു വെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അവിടെ ഇടാം. നമുക്ക് ഇതുവഴി ഇതിൽ കയറി പോവാം ഗൈസ്. നമുക്കിത് തുറക്കണം. തുറന്ന് ഗൈസ്. അങ്ങനെ നമുക്ക് എന്തായാലും ഇങ്ങനെ ചാടി കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ചാടി കയറി പോകാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ എന്ത് ന്യൂബാണ് ഗൈസ്. ഏണി പോലും കയറാൻ പറ്റുന്നില്ല നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഞാൻ പ്രോ പ്ലെയറാണ്. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് എങ്ങനെയൊക്കെ ചാടി കയറണം ഗൈസ്. പക്ഷേ ഏണി കറക്റ്റ് സ്ഥലത്ത് വയ്ക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കിതൊരു കറക്റ്റ് ഒരു ആംഗിളിൽ വയ്ക്കണം ഗൈസ്. നമ്മൾ കറക്റ്റ് ഒരു ആംഗിളിൽ വെച്ചു. നമുക്ക് ഇതുവഴി ഇനി കയറണം. പക്ഷേ ഏണി എടുക്കാൻ ഇത്രയും സമയം പോലും ഞാൻ ഇത് ചാടി കിടക്കാൻ എടുത്തില്ല ഗൈസ്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഗൈസ്. നമ്മൾക്ക് ഇനി ചാടി കയറാം. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങനെ നമ്മുടെ ഏണി അങ്ങനെ നമ്മൾ ചാടി കയറിയിരിക്കുകയാണ് ഗൈസ്. കുറേ ശ്രമിച്ചു ഞാൻ ഏണി ചാടി കയറാൻ എന്ന് ഞാൻ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് കാറ്റാണ് ഗൈസ്. കാറ്റ് നമ്മളെ പുറകിലോട്ട് കൊണ്ടുപോകാണ് ഗൈസ്. നമുക്ക് ഇതൊക്കെ സിമ്പിൾ ഗൈസ്. ഇതൊക്കെ ഈസി. ഇങ്ങനെ ചുമ്മാ സൈഡിൽ കൂടെ പോകാൻ പറ്റും. ഇതൊക്കെ നേഴ്സറി പിള്ളേർ വരെ ചുമ്മാ ജയിച്ചു പോകും ഗൈസ്. അങ്ങനത്തെ എന്ന് വെച്ചാൽ നമ്മൾ നേഴ്സറി എന്നല്ല. ഇവിടെ കുറച്ച് കോയിൻസ് ഉണ്ട്. നമുക്ക് ഇതെടുക്കാം. നമുക്ക് ഈ ലാഡർ കയറി പോകാം ഗൈസ്. ഇനി എന്താവുന്ന ഒരു പിടുത്തമില്ല ഗൈസ്. ഈ പെണ്ണ് ഇവിടെ എത്തിയേ ഉള്ളൂ ഗൈസ്. ചത്തോണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഉണ്ടോ ഇങ്ങനെ പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഗൈസ്. നമ്മളൊക്കെ പ്രൊഫഷണൽ പ്ലെയേഴ്സാണ് ഗൈസ്. മനസ്സിലായില്ലേ? നമുക്കിനി ഇവിടോട്ട് ചാടാൻ, അവിടോട്ട് ലോങ് ജമ്പ് ചാടണം. അങ്ങനെ എങ്ങനെയൊക്കെ ചാടി എത്തി. നമുക്ക് അങ്ങ് കുറച്ച് കോയിൻസ് ഉണ്ട്. അത് എടുക്കണോ? വേണ്ട ഗൈസ്. നമ്മൾ അവിടെ ഉള്ള കോയിൻസ് നമ്മൾ എടുക്കണ്ട. നമ്മളങ്ങനെ ഇവിടെ ചാടി കയറി. ഇനി കുറച്ചും കൂടെ പോവുള്ളൂ. പക്ഷെ അങ്ങ് അറ്റത്ത് കുറച്ച് കോയിൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് അത് എടുത്തിട്ട് വരാം. നമ്മളിവിടെ നിന്ന് കുറേ കോയിൻസ് എടുത്ത് നമുക്കിപ്പോൾ 15 കോയിൻസ് ആയി ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 100 എത്രയോ കോയിൻസാണ് ഗൈസ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അത് ആദ്യം തൊട്ട് കളിക്കേണ്ടി വന്നതാണ് ഗൈസ്. ഇത് അങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാനൊന്നും പറ്റത്തില്ല. ഒരു നമ്മളെ താഴെ പോയി ഫൈനൽ വരെ എത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ടാണ് അതുവഴി കറങ്ങി പോവേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ചാടിയാ നോക്കിയാലോ? പോയി ഗൈസ്. അത് നമ്മങ്ങനെ കയറി നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും ഇതുവഴി തന്നെ പോവാം. പക്ഷെ ആ പെണ്ണും ഇതുവരെ പോയിട്ടില്ല. നമ്മളെന്തായാലും അത് നമ്മുടെ റേസ് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ ആദ്യം എത്താവും ഗൈസ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളങ്ങനെ നല്ല കോൺസെൻട്രേഷനോടെയാണ് എല്ലാ ഗൈസ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ലൈക്കും സബും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതെല്ലാം അങ്ങ് ചെയ്യുക. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് കയ്യിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അങ്ങ് അടിച്ചു പൊടിയുക ഗൈസ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ടേൺ ദി വാൽവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ചാടി നമുക്കിത് തിരിക്കാൻ പറ്റും. ഇനി അടുത്ത വാൽവ് ഗൈസ് അവിടെ താഴെ ഒരു വാൽവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഗെയിം കളിച്ച് തീർക്കണം. എന്നാലേ നമ്മൾ പ്രൊഫഷണൽ ആവുള്ളൂ ഗൈസ്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോഴേ നമ്മൾ ചത്തു പോകും ഗൈസ്. നമ്മൾ ഇതെന്തിനാണ് ഇടയ്ക്ക് മനസ്സിലായത് ഗൈസ്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് അത് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ എന്തായാലും ഇവിടെ എത്താം ഗൈസ്. ഇതുവഴിയാണ് നമ്മൾ ചാടി വരാൻ നോക്കിയത് ഗൈസ്. പക്ഷെ പറ്റിയില്ല. നമ്മൾ ഇതും ചെയ്തിട്ട് ഇനി ലാസ്റ്റ് വണ്ണ് എനിക്കറിയില്ല എവിടെയാണെന്ന്.
ലാസ്റ്റ് വണ്ണ് ഞാൻ കണ്ടു ഗൈസ്. അവിടെ ആയിട്ടാണ് ലാസ്റ്റ് വണ്ണുള്ളത്. അവിടെ എത്താൻ വേണ്ടി നമ്മൾ താഴോട്ട് ചാടണമെന്ന് തോന്നുന്നു ഗൈസ്. ചാടിയപ്പം വെറുതെ അവിടെ ഇവിടെ നിന്ന് താഴോട്ട് ചാടണം. ഇതുവഴി പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു വാൽവും കൂടെ വയ്ക്കണം. ഇവിടെ ആയിട്ടാണ് ഗൈസ്. നടന്നില്ല ഗൈസ്. നമ്മളെന്തായാലും ട്രൈ ചെയ്യണം ഗൈസ്. നമ്മൾ എത്ര ട്രൈ ചെയ്യുന്നോ അത്രയും നമുക്ക് ചെയ്യും ഗൈസ്. ഇവിടെ നിന്ന് ചാടാം ഗൈസ്. നമ്മളങ്ങനെ എങ്ങനെയൊക്കെ താഴെ എത്തി ഗൈസ്. നമുക്ക് ഈ വാൽവും കൂടെ ടേൺ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇവിടെ നിന്ന് ചത്താൽ നമുക്ക് അവിടെ റീസ്പോൺ ആവാൻ പറ്റും. അപ്പോൾ നമുക്ക് ചാവാം ഗൈസ്. അതങ്ങനെ നമ്മൾ ചത്തു ഗൈസ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ചാടാം. ഇവിടെ നമുക്ക് അതുവഴി എങ്ങനെയാലും പെട്ടെന്ന് പോവാം. ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാൽവ് ടേൺ ആക്കിയാൽ അത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർക്ക് അതിൽ കൂടെ പോകാനും പറ്റത്തില്ല ഗൈസ്. അതാണ് കുഴപ്പം. നമുക്ക് ഇതുവഴി മോളിൽ കയറാനുള്ള വഴിയുണ്ട്. ഞാൻ ചുമ്മാ അതുവഴി ഒന്ന് കയറാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഗൈസ്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണം. ഇവിടെ നിന്ന് ഇന്നെ മുകളിലോട്ട് ചാടണം. അതെന്താ ഗൈസ് എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. ഇനി ഒന്നുകൂടെ ഇതുവരെ നടന്നങ്ങ് പോകണം. പിന്നെ നമ്മൾ പ്രായമാണിങ്ങനെ ടെൻഷൻ കാണിക്കുന്നത് നമ്മളെപ്പോഴാണെങ്കിൽ ചെയ്യും അറിയാലോ. ആണിങ്ങനെ പോവാണ് ഗൈസ്. പെട്ടെന്ന് നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇതങ്ങ് ജയിക്കണം ഈ ഗെയിം. അവാർഡ് ഗോസ് ടു യോ അഗിനി ഗെയിമിങ്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ വരും ഗൈസ്. താഴെ കോയിൻസ് ഉണ്ട്. നമുക്ക് ഈ കോയിൻസ് എടുക്കാം. നമ്മളങ്ങനെ മുകളിലെത്തി ഗൈസ്. നമ്മളെങ്ങനെയൊക്കെ ചാടി വെന്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് വെന്റിൽ കൂടെ നടന്ന് ഓടി പോവാം. ഇവിടെ എന്തോ ഫാനിൻ്റെ സംഭവമാണ് ഗൈസ്. നമ്മൾ ഇത് വരുമ്പോൾ ചാടണം ഗൈസ്. ഇത് വരുമ്പോൾ നമ്മൾ ചാടണം. ഇവിടെ വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ചത്തു ഗൈസ്. ഇതെനിക്ക് മനസ്സിലായി ഗൈസ്. ആ മഞ്ഞ വരുമ്പോൾ നമ്മൾ ചാടണം. മനസ്സിലായി ഗൈസ്. ആ മഞ്ഞ വരുമ്പോൾ നമ്മളിങ്ങനെ ചാടണം ഗൈസ്. മഞ്ഞ വരുമ്പോൾ നമ്മൾ ചാടണം. എപ്പോൾ മഞ്ഞ വന്നാലും ചാടിക്കണം കേട്ടാ ഗൈസ്. അത് സ്കാമാണ് ഗൈസ്. അത് ഗ്ലിച്ചായി പോയതാണ്. ഗ്ലിച്ച്. പക്ഷെ ആ പെണ്ണ് പോകണുണ്ടോ. പക്ഷെ ഫസ്റ്റ് സെക്കൻഡ് ചാടത്തിനെ ചത്തുപോയി പാപം. നമ്മൾ പിന്നെ പ്രൊഫഷണൽ പ്ലെയർ അതുകൊണ്ട് പറയണ്ടല്ലോ. നമുക്ക് എപ്പോഴാണോ ജയിക്കാം. അവരൊന്നും അതുപോലെയല്ലേ ഗൈസ്. നമ്മളൊക്കെ ഒരു ഗെയിമർ അത്രേ ഉള്ളൂ ഗൈസ്. അത് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ചാടി പോയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ അവസാനം ഇവിടെ എത്തി. ഇനിയുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ചത്താൽ നമ്മൾ പിന്നെയും ചെയ്യണം ഗൈസ്. അതാണ് ഗൈസ് ഇതിൻ്റെ ഒരു കുഴപ്പം. നമ്മളിപ്പോൾ സൈഡ് വൈസ് ഒക്കെ ചാടാൻ പോകണം ഗൈസ്. നമ്മൾ പ്രൊഫഷണൽ ആയതുകൊണ്ട് നമ്മൾ സൈഡിലൊക്കെ നോക്കി ചാടും. നമ്മൾ സൈഡിൽ നോക്കി ചാടും, നേരെ നോക്കി ചാടും, മറിഞ്ഞും നോക്കി ചാടും. ഇത് ചാടണം ഗൈസ്. അങ്ങ് അറ്റം എത്തുമ്പോൾ നമുക്ക് ചാടാം. പിന്നെ അറ്റം എത്തുമ്പോൾ ചാടാം. പിന്നെ അറ്റം എത്തുമ്പോൾ ചാടാം. പിന്നെ ഫൈനലി നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി ഗൈസ്. ഫൈനലി നിങ്ങൾ വിചാരിച്ചു അത് കംപ്ലീറ്റ് ആക്കി വന്നു. ഫൈനലി നമ്മൾ എങ്ങനെയല്ലോ അത് കംപ്ലീറ്റ് ആക്കി ഗൈസ്. നമ്മളിത് വേറെ ഏത് സ്ഥലത്തെത്തി. താഴെ ഒരു ഫാനുണ്ട്. നോക്കി താഴോട്ട് ചാടി ചത്തു പോകുന്നു എനിക്കറിയില്ല. എന്നാൽ ചാടി നോക്കാം. നമ്മൾ സ്ലോലി പറന്നിറങ്ങി ഗൈസ്. നമുക്ക് അങ്ങോട്ടായിരുന്നു പോവേണ്ടത്. നമ്മൾ ഇതുവഴിയാണ് ഇറങ്ങിയത്. പക്ഷെ നമുക്ക് എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നീ അറിയത്തില്ല ഗൈസ്. ചാടി നോക്കാം. ഓ ഗൈസ് മനസ്സിലായി. നമുക്ക് ചാടി ഇങ്ങനെ വന്ന് നിൽക്കാം ഗൈസ്. ഇത് അങ്ങനെ ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഈ വെന്റിനകത്തോട്ട് പോവാം. നിങ്ങൾ പിന്നെ കുറച്ച് മൾട്ടിപ്ലെയർ ഗെയിം പറയൂ. ഞാൻ അച്ചുവിൻ്റെ കൂടെ കളിക്കാനാണ്. നിങ്ങൾക്ക് അച്ചുവിനെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൾട്ടിപ്ലെയർ ഗെയിംസ് ഒക്കെ നിങ്ങൾ പറയണം. അച്ചു നിങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ച് നോക്കി. അത് കഴിച്ച് ഇവിടെ ഗാരി ദ ഷെഫ് താഴെ എന്തോ സംഭവമൊക്കെ കാണിക്കണം. നമ്മളതിനെ കൊല്ലണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അത് എന്തൊക്കെയോ വെടി വെക്കണുണ്ട്. കിളവി എന്തൊക്കെയോ വെച്ച് വെടി വെക്കണ്. കിളവി പിടിക്കത്തില്ല ഗൈസ്. ഈ ഷെഫ് ഗാരി എന്ന് പറഞ്ഞ എവള് നമ്മൾ അടിക്കത്തേ ഉള്ളൂ. ഇവിടെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ഒരു ഗണ്ണിരിപ്പുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഗണ്ണെടുത്ത് ആ ഗാരിനെ അങ്ങ് തീർക്കാം. നമുക്ക് ഗണ്ണ് കിട്ടി ഗൈസ്. ഇത് കറക്റ്റ് വെച്ചിട്ട് വെടി വെക്കണം ഗൈസ്. ഗാരി നമുക്ക് കൊല്ലാം ഗൈസ്. ചത്തോ ചാവ്. ഫൈനലി ഗൈസ് നമ്മൾ ഗ്രാനി എന്ന് ഗൈസ്. ഗ്രാനി വെച്ച് ഗ്രാനി എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാരിനെ നമ്മളങ്ങനെ ഫൈനലി തോപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടു കഴിച്ചു വാർ. ഇത് ഗ്രാനിയിലൂടെ പറയുന്നതാണ് ഗൈസ് കുറച്ചുകൂടെ രസം. ഗ്യാരി എന്ന് അത്രയ്ക്ക് പോരെ ഗൈസ്. ഇവനെ വെടിവെക്കാൻ നോക്കാം. പറ്റിയില്ല ഗൈസ്. നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്ന തിന്നാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഷെഫിൻ്റെ ഏതോ ഹോട്ടലാണ് ഗൈസ് ഈ സംഭവ സ്ഥലം. നമ്മൾ ഇവിടെ നിന്ന്
പോകേണ്ടതുണ്ട്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. ഇത് ഞാൻ വന്ന വഴിയാണ് ഗൈസ്. അവർ പോയ ഗൈസ് അവിടെ ഒരു വഴിയുണ്ട് ഗൈസ്. അതുവഴിയായിരിക്കും നമുക്ക് പോകേണ്ടത് ഗൈസ്. ഈ റോബ്ലോക്സിലെ ഗെയിമിൽ കുറേ സീക്രട്ട് എന്തൊക്കെയുണ്ട് ഗൈസ്. നമ്മളിവിടുന്ന് താഴോട്ട് ചാടണം ഗൈസ്. നമ്മളങ്ങനെ നല്ലൊരു റൈഡിൽ പോവാണ് ഗൈസ്. ഓൻ്റെ മോനെ എല്ലും തോലും എല്ലാം കൂടെ ഒടിഞ്ഞ് തറയെ വന്ന് വീണു ഗൈസ്. ഇവിടെ കുറെ കോയിൻസ് ഉണ്ട്, നമുക്ക് കോയിൻസ് എടുക്കണം. എനിക്ക് ഗാർഡൊന്നും ആവണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതെന്താ ഗൈസ് കൂടെ ഗാർഡാവണോ എന്ന് ചോദിക്കണേ. എനിക്ക് ഗാർഡൊന്നും ആവണ്ട. ഞാൻ പ്ലെയറായിട്ട് പ്രൊഫഷണൽ. ഗാർഡിനെ കൊല്ലാനുള്ള ടൈമാണ് ഗൈസ്. നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അതുണ്ട്. മനസ്സിലായി. നമുക്ക് ഇവിടെ നിന്ന് പറന്നു പോകാൻ പറ്റും. ഇവിടെ മറ്റേ ലേസർ സംഭവമാണ് ചത്തു ഗൈസ്. മനസ്സിലായി ഗൈസ്. നമ്മളിവിടെ നിന്ന് പറന്ന് ഭയങ്കര പ്രൊഫഷണലായിട്ട് വേണം ഗൈസ് പോവാൻ. നമ്മൾ ലേസർ സംഭവത്തിലൊന്നും തട്ടാതെ പ്രൊഫഷണൽ. വി ആർ പ്രൊഫഷണൽസ്. പ്രൊഫഷണൽ ലേസേഴ്സ്. അപ്പുറത്താണ് കയറാനുള്ളത്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോകാം ഗൈസ്. വി ആർ ദി പ്രൊഫഷണൽസ്. നമ്മൾ എങ്ങനെയെങ്കിലും അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നാം പ്രൊഫഷണൽസ്. അപ്പുറത്തെത്തി ഗൈസ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാനുള്ളതെന്ന് പിടിയില്ല. യൂസ് മെറ്റൽ പ്ലാങ്ക്സ്. അവിടെ എന്താ മെറ്റൽ പ്ലാങ്ക്സിൻ്റെ കാര്യം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഗെറ്റ് യുവർ പ്ലാങ്ക്സ് ഹിയർ. ഇവിടെ റീസ്പോൺ ഏരിയ നമുക്ക് സെറ്റാക്കാം. പ്ലാങ്ക്സ് ഹിയർ. പ്ലാങ്ക് ഇവിടെ വയ്ക്കാനാണോ പറയണേ? തലയും കുത്തിന്ന് പറഞ്ഞിരിക്കണേ ഗൈസ്. അതപ്പോൾ ഇപ്പം ഇവിടെ എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബോഡിയാണ് ഗൈസ് ഈ കാണണേ. ഗെറ്റ് യുവർ പ്ലാങ്ക്സ് ഹിയർ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഇതുവഴി ചാടി പോകണമെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക്. ഇവിടെ കുറച്ച് കോയിൻസ് ഉണ്ട്, നമുക്കിതെടുക്കാം. ഇപ്പുറത്ത് ഇവിടോട്ട് വന്നാൽ നമുക്ക് ഒന്നുകൂടി ലാഡർ കയറി നോക്കാം ഗൈസ്. ലാഡറിന് ഗ്ലിച്ച് വന്നു ഗൈസ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. യെസ് ഗൈസ്, നമുക്ക് ഈ പ്ലാങ്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഈ പ്ലാങ്ക് എടുത്തിട്ട് നമുക്ക് ഇത് കൊണ്ട് ഇവിടോട്ട് ചാടാനല്ലായിരുന്നു അല്ലേ ഗൈസ്? മനസ്സിലായി. നമ്മൾ ഈ പ്ലാങ്ക് കൊണ്ടിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ പ്ലാങ്കും എടുത്ത് വെച്ചാൽ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. ഇതിവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. ഇവിടെ നമുക്ക് അപ്പുറത്തെത്താൻ അത് ഗൈസ്. നമ്മളങ്ങനെ പ്ലാങ്ക് എടുത്തുകൊണ്ട് പിന്നെയും വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാ പ്ലാങ്കും കൊണ്ട് വച്ച് നമ്മൾ സെറ്റാക്കണം. ഇതപ്പോൾ നമ്മൾ പ്ലാങ്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം പ്ലാങ്ക്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല പ്ലാങ്കിന്. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പ്ലാങ്കും കൂടെ എടുത്താൽ നമുക്ക് അപ്പുറത്തോട്ട് എത്താം. ഇതിൽ എൻഡിങ്ങിലോട്ട് നമ്മൾ അടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. റോബ്ലോക്സിൽ ഇതുപോലത്തെ കിടിലൻ ഗെയിംസ് എന്നൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. റോബ്ലോക്സ് ഒരു അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഗൈസ് ഗെയിമിൻ്റെ. നമ്മൾ ഇത് ഇവിടെ ഇട്ടു. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഗൈസ്. നമ്മൾ ഫൈനലി നമ്മൾ അപ്പുറത്തോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഡോർ തുറന്നു ഗൈസ്. ഇത് ഗൈസ് അത് ബാരിയാണ് ഗൈസ്. അവിടെ നിൽക്കുന്ന ആ റോബോട്ടായിട്ട് നമുക്ക് ഗണ്ണെടുക്കാം ഗൈസ്. ബാരിനെ തീർക്കണം. ബാരി വന്നു ഗൈസ്. ബാരി മെക്ക് റോബോട്ട്. ഓ ഗൈസ് മനസ്സിലായി ഗൈസ്. ഇതിൻ്റെ കയ്യിൽ ഈ സംഭവത്തിലാണ് നമ്മൾ ഒടിഞ്ഞു പോയി ഗൈസ്. മനസ്സിലായി ഗൈസ്. ബാരിയുടെ കയ്യിലാണ് അതിൻ്റെ പവർ. അപ്പോൾ നമ്മുടെ ആ ബാരിയുടെ കൈയാണ് ഗൈസ് ഈ ടോക്കൺസ് വെടിവെച്ച് പൊട്ടിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. ബാരി വാടാ, ഇന്ന് നിന്റെ അന്ത്യം കുറിക്കാനുള്ള സമയമായി. ഗ്രാനെ പറ്റി എന്നോടാണോ നിന്റെ കാര്യം പറയണ? ബേബീനല്ലോ ആ കൊച്ചു ഇറങ്ങണ വരെ ഇവിടെ നിന്ന് കെനോണിലിട്ട് വെടിവെച്ച് എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുന്ന നിന്റെ ഒരെണ്ണം ഇപ്പോഴേ പൊട്ടി. നേരെ വന്ന് കളിയടാ. നീ എന്തിനാ എന്നെ അടി പിടിച്ചിട്ടേക്കണം? ഇവനെ പൊടി വെക്കണം. നമ്മൾ വെടിവെച്ച് അവനെ പൊടിക്കാൻ പോണേ. ഇവന്റെ കയ്യിൽ നിന്ന് വെടിവെച്ച് തകർത്തിരിക്കും ഞാൻ. എന്നോടാണോ അവനെ പൊട്ടിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിസണിലെ മെയിൻ ഹെഡായ ബാരിയെ തോപ്പിച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെ പ്രിസൺ എസ്കേപ്പ് നടത്തിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും തീർന്നിട്ടില്ല. പക്ഷേ ഇവിടെ കുറച്ച് കോയിൻസ് ഉണ്ട്, നമുക്ക് കോയിൻസ് എടുക്കാം. കോയിൻസ് നമ്മൾ എടുത്തു. ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല.
ഇവരൊക്കെ കണ്ടു ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ അവർ വെയിറ്റ് ചെയ്യുന്ന റോബോട്ടിനെ എനിക്ക് കാണാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അപ്പോൾ ഇവിടുത്തെ വേ തുറന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ കോയിൻ എടുത്തിട്ട് ഇതുവഴി പോവാം. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, സ്വാട്ട് എന്ന് പറഞ്ഞ്. ഇവിടെയും കുറേ കോയിൻസ് ഉണ്ട്. ഈ കോയിൻസ് ഒക്കെ നമുക്ക് വാരി എടുക്കാം. 91 കോയിൻസ് ആയി ഗൈസ് എനിക്കിപ്പോഴും. നമ്മൾ ഈ വണ്ടി കയറി ഗൈസ്. നമ്മൾ വണ്ടി നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പ്രിസണിൽ നിന്ന് പോലീസിന്റെ വണ്ടി തന്നെ എടുത്തുകൊണ്ട്, ബാരിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, ബാരിയുടെ വണ്ടി തന്നെ എടുത്തുകൊണ്ട് ബാരിയുടെ പ്രിസണിൽ നിന്ന് ബാരിയെ കൊണ്ടുകൊണ്ട് നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കുന്നു ഗൈസ്. വണ്ടി ഇവിടെ നിന്നു ഗൈസ്. വണ്ടി ഇവിടത്തെ വരെ ഉള്ളൂ ഗൈസ്. ഇവിടെ ഒരു ആരോ ചിഹ്നം പോകുന്നുണ്ട്. നമുക്ക് ആരോ ചിഹ്നം ഫോളോ ചെയ്ത് പോകണം ഗൈസ്. വി ആർ ഫോളോയിങ് ഗൈസ്. അവിടെ ഒരു ലാഡറിൽ മുകളിലോട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാം, അത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യണം. നമ്മളിവിടെ നിന്ന് ചാടി ചത്തില്ലേ ഗൈസ്? ഓ ഗൈസ്, അവിടെ അത് കൊല്ലാൻ വേണ്ടി വെച്ചേക്കുന്ന എന്തോ ഒരു സംഭവമാണ് ഗൈസ്. സിമൻ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വേണം ചത്താൽ നമ്മൾ പിന്നെ ഇവിടെയാണ് റീസ്പോൺ ആവുന്നത്. അപ്പോൾ കയറി പോകേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രൊഫഷണൽ പ്ലെയറായിട്ട് ചത്തു ഗൈസ്. ചാവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കാൻ പോകുന്നു. ചാടി ചത്തു. ഇത് ഭയങ്കര സിമ്പിളാണ് ഗൈസ്. സൈഡിൽ ചാടിയാൽ മതി. അപ്പോൾ അതങ്ങ് പൊക്കോളും ഗൈസ്. സൈഡിൽ ചാടി നമ്മളെങ്ങനെയും മോളിൽ ചാടി കയറിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മോളിൽ കയറി, പൈപ്പിൻ്റെ മോളിൽ കയറി, പിന്നെയും പൈപ്പിൻ്റെ മോളിൽ കയറി, പിന്നെയും പൈപ്പിൻ്റെ മോളിൽ കയറി. അങ്ങനെ നമ്മൾ ഫൈനലി മോളിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ ഒരു ഏണിയുണ്ട്, ഏണി വഴി കയറണം ഗൈസ്. ഹെലികോപ്റ്റർ ഉണ്ടോ മോളെ ഗൈസ്? ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ബാഡ് അവാർഡ് ഓടിക്കണം ഗൈസ്. നമ്മളങ്ങനെ ഈസി മോഡ് നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളങ്ങനെ വെടിവെച്ചാണ് KGF-ന്റെ ഫീലൊക്കെയാണ് വരുന്നത് ഗൈസ് എനിക്ക്. നമ്മുടെ ഹെലികോപ്റ്റർ വഴി എസ്കേപ്പ് ആയിരിക്കുകയാണ്. ഗ്രാൻഡിനെ വെല്ലുന്നൊരു സംഭവമാണ് ഗൈസ് ഇത്. ഹെലികോപ്റ്ററിൽ നമ്മൾ എസ്കേപ്പ് ആയിരിക്കുകയാണ്. നമ്മളതിനെ വേറെ എവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഇതേപോലത്തെ ഗെയിം. ബാരിസ് പ്രിസൺ, ഗ്രംബി ഗ്രാൻഡ്, മിസ്റ്റർ, ഇതെല്ലാം ഇതുപോലെ ഇവരെയൊക്കെ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവരെയൊക്കെ പോലെ നിങ്ങൾ ഇവരെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞ വഴിയുണ്ട്. നമുക്ക് ഇതുവഴി പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. മോളിൽ എന്തോ സംഭവം ഉണ്ട് ഗൈസ്. നമുക്ക് ഓടി അവിടെ ചെല്ലാം. മോളിൽ എന്തോ സംഭവം ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇതിൻ്റെ അകത്തോട്ടൊരു ആരോയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി എന്തോന്ന് പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് തീർന്നു ഗൈസ് ഗെയിം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യാൻ പറ്റുന്നത് കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരാം. അതുവരെ ബൈ.